ഹലോ ഫ്രണ്ട്സ്, ഫോട്ടോഗ്രാഫിയിൽ നല്ല ഫ്രെയിംസ് ഉണ്ടാക്കാനായിട്ട് പഠിക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക മറ്റുള്ളവരെങ്ങനെ നോക്കിക്കാണുന്നു എന്നത് കണ്ടിട്ടാണ്. നാഷണൽ ജോഗ്രഫിക്കിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുതൽ പണ്ട് നോക്കിക്കണ്ടതിൻ്റെ ഗുണം എന്താണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകാറുണ്ട്. അന്ന് ഒളിമ്പസ് ക്യാമറയൊക്കെ കണ്ട് അതിൻ്റെ പിക്ചേഴ്സൊക്കെ കണ്ട് സ്വപ്നം കാണുമ്പോൾ ഇങ്ങനെ ഡിജിറ്റൽ ക്യാമറയും മിറർലെസ് ക്യാമറയും ഒക്കെ വരുന്ന കാലഘട്ടത്തിൽ ഫോട്ടോ എടുക്കുന്ന ആളായി തീരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നല്ല. പക്ഷെ അന്ന് കണ്ട ചിത്രങ്ങളിലെ ഫ്രെയിമുകൾ എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് അനുകരിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഫ്രെയിംസ് ഉണ്ടാക്കി പഠിക്കുന്നതിന് മുൻപ് തന്നെ മറ്റുള്ളവരെങ്ങനെയാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് എന്ന് കാണുന്നതാണ്. നല്ല മാഗസിൻസും നല്ല വെബ് പേജുകളും അതുപോലെ തന്നെ നല്ല ഫോട്ടോഗ്രാഫേഴ്സിനെ ഫോളോ ചെയ്തിട്ടും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നല്ല നല്ല ഫോട്ടോഗ്രാഫേഴ്സിനെ ഫോളോ ചെയ്ത് അവരെങ്ങനെ ഫോട്ടോ എടുക്കുന്നു എന്ന് കണ്ടിട്ട് അങ്ങനെ ഫ്രെയിംസ് നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമറ എടുത്ത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ, ഫോട്ടോ എടുത്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒത്തിരി ഒബ്സർവ് ചെയ്യുന്നത് നല്ലതാണ്. മറ്റുള്ളവർ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നത് എന്ന് ഒബ്സർവ് ചെയ്യുന്നത് നല്ലതാണ്. ഓട്ടോമാറ്റിക്കലി ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ഫ്രെയിം ചെയ്ത് പഠിക്കും. ഓക്കെ.